ടേക്കിന്റെ സമയത്ത് മാത്രം അഭിനയം വരികയും ടേക്ക് കഴിയുമ്പോൾ അഭിനയം പോവുകയും ചെയ്യും. അതെങ്ങനെയാണത്? അതെങ്ങനെയാണ് ഞാൻ നിനക്ക് പറഞ്ഞു എന്നാ നീ അത് ചെയ്യില്ലേ? സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതൊരു പ്ലാൻഡ് ആയിട്ടില്ല. അതൊരു ഭയങ്കര വിശദമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഹൈ മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു ഒന്നാമത് ലൈഫ് സ്പാൻ ഓഫ് എ ഫിലിം ആക്ട്രസ് വെരി ലിമിറ്റഡ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ടാണ്. ആ സമയത്ത് നമ്മൾ വേറൊരാളായിട്ട് മാറുന്നു. അതൊരു ഹൈ മെഡിറ്റേഷൻ ആണ്. അതെങ്ങനെ നാലാമത്തെ ടേക്ക് ഞാൻ അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞില്ല, ലാലേട്ടാ ഒരു ടേക്കും കൂടി പോകണം. ആദ്യം ഒരു ഫോക്കസ് ഔട്ടാണ്. ഫസ്റ്റ് ടേക്കിന് ഫോക്കസ് ഔട്ട് പ്രശ്നമായി. രണ്ടാമത്തത് ഒരു പാസിങ് കറക്റ്റ് ആയില്ല. അപ്പോൾ അത് കണ്ടിന്യൂറ്റി അടിച്ച് മൂന്നാമത് പോയപ്പം ഡയറക്ടർക്ക് ആദ്യത്തെ 2 ടേക്ക് ഉള്ളത് വന്നില്ല. ഒരു ടേക്കും കൂടി പോകാന്ന് പറഞ്ഞപ്പം ഞാൻ എന്റെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നതിന്റെ മുന്നേ അതങ്ങ് എടുത്തു പോകണം. ഇപ്പൊ ഞാനത് മനസ്സിലാക്കി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ മെക്കാനിക്കലായിട്ട് റിപ്പീറ്റ് വേറൊരാളായിട്ട് മാറുന്നു. അതൊരു ഹൈ മെഡിറ്റേഷൻ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്